ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന 5ാമത്തെ മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു 5ാമത്തെ മൊഡ്യൂളിലെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏരിയ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇനി നമുക്കൊരു 2 ക്ലാസ് കൂടെ മതിയാകും. യൂണിറ്റ് 6നെ നമുക്ക് 2 പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് 6ഉം കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ ഒരു സെറ്റ് കൊമേഴ്സിന്റെ 6 യൂണിറ്റുകളും നമ്മുടെ ഒരു റിവിഷൻ പോലെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ബാക്കിയുള്ളവർ പതിയെ ജോയിൻ ആകട്ടെ, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പ്രൈമറി ഗോൾ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ പ്രൈമറി ഗോള് എന്താണ്? ടു ഇൻക്രീസ് സെയിൽസ്, റെഡ്യൂസ് കോമ്പറ്റീഷൻ, ക്രിയേറ്റ് കസ്റ്റമർ വാല്യൂ, മാക്സിമൈസ് പ്രോഫിറ്റ്. ഒരാളൂടെ ജോയിൻ ആയിട്ടുണ്ട് അല്ലെ, തോമസ്. ഓക്കെ, ഒന്ന് ആൻസർ ചെയ്തേ. മാർക്കറ്റിംഗിന്റെ പ്രൈമറി ഗോൾ എന്താണ്? സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതാണോ? കോമ്പറ്റീഷനെ കുറയ്ക്കാം, യെസ്, കോമ്പറ്റീഷൻ കുറയ്ക്കുന്നതാണോ? ഓർ ക്രിയേറ്റ് കസ്റ്റമർ വാല്യൂ? യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. മാർക്കറ്റിംഗിന്റെ ഏറ്റവും അവരുടെ പ്രൈമറി ഗോള് കസ്റ്റമർ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. കസ്റ്റമർ വാല്യൂ, നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ പ്രൊഡക്റ്റിനോട് കസ്റ്റമേഴ്സിന് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് വേണം. അതിനാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് സെയിൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രമല്ല മാർക്കറ്റിംഗ്. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് തൊട്ട് അത് എൻഡ് കൺസ്യൂമറുടെ കയ്യിലെത്തി അതിനുശേഷം ആഫ്റ്റർ സെയിൽ സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് വരും. അതൊരു ബ്രോഡ് കോൺസെപ്റ്റ് ആണ് അല്ലെ. മാർക്കറ്റിംഗ് ഈസ് നോട്ട് ജസ്റ്റ് സെല്ലിംഗ് എന്നാ പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെല്ലിംഗ് മാത്രമല്ല. യെസ്, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ദ സ്ട്രാറ്റജി ഓഫ് selling products to small group is known as which type of marketing? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യണേ. നിങ്ങൾ എല്ലാവരും ഒന്ന് ഉത്തരം കമന്റ് ചെയ്യണേ, എന്നിട്ട് നമുക്ക് നോക്കാം. ഒരു സ്മോൾ ഗ്രൂപ്പിന് മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് അവർക്ക് മാത്രം പ്രൊഡക്റ്റുകൾ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്നാ പറയുന്നത്? നിച്ച് മാർക്കറ്റിംഗ് ആണോ, ടാർഗറ്റ് മാർക്കറ്റിംഗ്, സ്പെഷ്യലൈസ്ഡ് മാർക്കറ്റിംഗ് ഓർ മാസ് മാർക്കറ്റിംഗ്? യെസ്, റൈറ്റ്, കറക്റ്റ്. ഓപ്ഷൻ എ നിച്ച് മാർക്കറ്റിംഗ് ആണ് അല്ലെ. നിച്ച് മാർക്കറ്റിംഗ്. നിച്ച് മാർക്കറ്റിംഗിന്റെ പ്രത്യേകത എന്താ? നമ്മളൊരു സ്പെസിഫിക് ഗ്രൂപ്പ്, വളരെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് നിച്ച് മാർക്കറ്റിംഗ്. ഇവിടെ നമ്മൾ ഒരു വലിയ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു വലിയ കസ്റ്റമർ ബേസിനെ ഫോക്കസ് ചെയ്തിട്ടല്ല നമ്മൾ ഈ പ്രോഡക്റ്റ് ഇറക്കുന്നത്. അതിലെ ചില സ്പെസിഫിക് ഗ്രൂപ്പുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ അത് അവിടെ ആ ഒരു കമ്പനി നിച്ച് മാർക്കറ്റിംഗ് ആ അവര് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ ബോഡി ബിൽഡേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഈ പ്രോട്ടീൻ പൗഡേഴ്സ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കും. അപ്പൊ ഇത് ആ ഒരു സ്പെസിഫിക് ഇപ്പൊ ജിമ്മിൽ പോകുന്നവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. എല്ലാവരിലേക്കും അല്ല. അത് എല്ലാവരിലേക്കും അല്ലെങ്കിൽ എല്ലാ ആളുകളും ഇത് വാങ്ങുമെന്നൊരു പ്രതീക്ഷയിലല്ല കമ്പനി ഈ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അപ്പൊ ഇത് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഒരു വലിയ മാർക്കറ്റിനെ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമേഴ്സിനെ ഏറ്റവും സ്പെസിഫിക് ആക്കി ഒരു ചെറിയ സ്പെസിഫിക് കാറ്റഗറിയെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ ഇറക്കുവാണെങ്കിൽ അതിനെയാണ് നിച്ച് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഇതൊന്ന് മാച്ച് ചെയ്യാനാണ്. ബിസിനസ് ലോജിസ്റ്റിക്സ്, ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ, ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ്, ബ്രാൻഡ്. അപ്പൊ ഇത് ഓരോ കോൺസെപ്റ്റും എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് വെച്ചിട്ട് നമുക്കൊന്ന് മാച്ച് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇത് തൊട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
യെസ്. ഇവിടെ ബാക്കിയുള്ളവരൊന്നും പറഞ്ഞില്ലല്ലോ, ഒരാൾ മാത്രമേ ആൻസർ ചെയ്തുള്ളൂ. തോമസ്, സുറുമി. എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ, എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലെ, ഓപ്ഷൻ ബി ആണ്. അതെങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിയത്? ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാ? നമ്മുടെ ഫിസിക്കൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ പ്രൊഡക്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇതല്ലേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ നമ്മൾ പറയുന്നത്. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ വെയർഹൌസിങ്ങും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ട്രാൻസ്പോർട്ടേഷനും എല്ലാം ബിസിനസ് ലോജിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ, ഫൈനാൻസിങ് അല്ലേ ഒരു ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ. അതായത് നമ്മുടെ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ പൈസ വേണം, നമ്മൾ പല സോഴ്സിൽ നിന്നൊക്കെ പൈസ കടമെടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഫൈനാൻസിങ്. ഇതൊരു ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ ആണ് അല്ലെ, നമ്മുടെ ബിസിനസിനെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഈ ഫൈനാൻസ് എന്ന് പറയുന്നത്. അതേപോലെ സർവീസുകളെ ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റുകളായിട്ട് പറയാം. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. സർവീസ് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റുകൾ രണ്ട് തരത്തിലുണ്ട് അല്ലെ, ടാഞ്ചിബിൾ പ്രൊഡക്റ്റും ഉണ്ട്, ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റും ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കമ്പനി വിൽക്കുന്നതെങ്കിൽ അത് ടാഞ്ചിബിൾ പ്രൊഡക്റ്റാണ്. ഇനി ഒരു കമ്പനി കാണാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നു, അതായത് ഒരു സർവീസ് കൊടുക്കുന്ന കമ്പനി ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ സർവീസ് ആണ്. അപ്പൊ ഈ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് സർവീസുകൾ. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ പ്രൊഡക്റ്റും സർവീസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റുമാണ്. നമ്മളൊരു കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങി, ഒരു ബിസ്ക്കറ്റ് വാങ്ങി, അതൊരു ടാഞ്ചിബിൾ പ്രൊഡക്റ്റാണ്. ഇനി നമ്മളൊരു ബസ്സിൽ കയറി യാത്ര ചെയ്തു, അവിടെ നമ്മൾ പൈസ കൊടുത്തു, പക്ഷെ നമുക്ക് കിട്ടിയത് ഒരു സർവീസ് ആണ്, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലെ, നമുക്ക് കിട്ടിയ ഒരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആണ് സർവീസ്. ദെൻ ബ്രാൻഡ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ് അല്ലെ, അതായത് ഒരു പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ബ്രാൻഡ് നെയിം വെച്ചിട്ടായിരിക്കും. അപ്പൊ ഒരു പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് മറ്റു പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെ മാത്രമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ബ്രാൻഡ് വെച്ചിട്ടായിരിക്കും. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് മാച്ചിങ്. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. Which of the following is applicable exclusively with marketing 3.0? Marketing 3.0 ഈ ഒരു കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? ഡിഫറൻഷിയേഷൻ, പീപ്പിൾ വാല്യൂ, എൻവയോൺമെന്റ് വാല്യൂ, പ്രൊഡക്റ്റ് ആൻഡ് കസ്റ്റമർ ഓറിയന്റഡ്. അറിയത്തില്ലേ? ഒന്ന് ഗസ് ചെയ്തോ. മാർക്കറ്റിംഗ് 3.0 പ്രോഡക്റ്റ് ആൻഡ് കസ്റ്റമർ ഓറിയന്റേഷൻ ആണോ? നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിക്കേ, മാർക്കറ്റിംഗ് 3.0 എന്ന് പറയുന്നത് പീപ്പിൾ വാല്യൂ ആണ് കേട്ടോ, പീപ്പിൾ വാല്യൂ. അപ്പൊ നമുക്ക് ഈ മാർക്കറ്റിംഗ് 1.0, 2.0, 3.0 ഈ മൂന്ന് കോൺസെപ്റ്റും ഒന്ന് അറിഞ്ഞിരിക്കണം. മാർക്കറ്റിംഗ് 1.0 എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സെൻട്രിക് മാർക്കറ്റിംഗ് ആണ്, അതായത് ആ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ്. അതായത് മാക്സിമം ആ പ്രൊഡക്റ്റിൽ നമ്മൾ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് പലതരത്തിൽ അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് ആ പ്രൊഡക്റ്റിനെ വെച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ പ്രൊഡക്റ്റിനാണ് ഫോക്കസ് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രൊഡക്റ്റിനെ എത്രത്തോളം ഡിഫറൻഷിയേറ്റഡ് ആക്കാമോ അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അതിനകത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് ആ പ്രൊഡക്റ്റിൽ മാക്സിമം മോഡിഫിക്കേഷൻസ് വരുത്തി പ്രൊഡക്റ്റിനെ വെച്ച് മാർക്കറ്റ് ചെയ്യാം. ഇനി മാർക്കറ്റിംഗ് 2.0 എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അപ്പൊ ഈ പ്രൊഡക്റ്റ് സെന്റേർഡിൽ നിന്ന് മാറി കസ്റ്റമർ സെന്റേർഡിലേക്ക് മാറി, അതാണ് 2.0. നേരത്തെ പ്രൊഡക്റ്റ് സെൻട്രിക് മാർക്കറ്റിംഗ് ആയിരുന്നെങ്കിൽ പിന്നീട് അത് കസ്റ്റമർ സെൻട്രിക് മാർക്കറ്റിംഗ് ആയി, അതിനെയാണ് മാർക്കറ്റിംഗ് 2.0 എന്ന് പറയുന്നത്. കസ്റ്റമർ സെൻട്രിക് എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റിൽ ഫോക്കസ് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കസ്റ്റമർ നീഡുകൾക്ക് നമ്മൾ ആദ്യം ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതാണ് കസ്റ്റമർ ഓറിയന്റഡ് മാർക്കറ്റിംഗ്. ദെൻ പിന്നീട് കറന്റ്ലി
ഈ കസ്റ്റമർ ഓറിയന്റേഷൻ അതും മാറിയിട്ട് മാർക്കറ്റിംഗ് 3.0 എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. 3.0 എന്ന് പറഞ്ഞാൽ വാല്യൂ ഡ്രിവൺ മാർക്കറ്റിംഗ് ആണ്. വാല്യൂ ഡ്രിവൺ മാർക്കറ്റിംഗ്. അപ്പൊ ഈ കസ്റ്റമർ ഓറിയന്റേഷനിൽ നിന്ന് പീപ്പിൾ ഓറിയന്റേഷനിലേക്ക് വന്നു. അപ്പൊ കസ്റ്റമർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ബ്രോഡ് കോൺസെപ്റ്റാ. അപ്പൊ കസ്റ്റമറിൽ നിന്ന് പീപ്പിൾ എന്ന് പറയുമ്പോൾ പീപ്പിൾ ഓറിയന്റേഷൻ ആണ് 3.0. അപ്പൊ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും എത്തിക്സും കൾച്ചറും അവർ ഹോൾഡ് ചെയ്യുന്ന വാല്യൂസിന്റെയും ഒക്കെ ബേസിലുള്ള മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് 3.0. അപ്പൊ ഇവിടെ കുറച്ചുകൂടി കസ്റ്റമറെ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് അതിനെ പീപ്പിൾ എന്നൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് മാർക്കറ്റിംഗ് 3.0. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. വിച്ച് among the following is not a model of consumer behavior? ഇതില് കൺസ്യൂമർ ബിഹേവിയർ മോഡൽ അല്ലാത്തത് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. എക്കണോമിക് മോഡൽ, സോഷ്യോളജിക്കൽ മോഡൽ, സൈക്കോ അനലിറ്റിക്കൽ മോഡൽ, സൈക്കോഗ്രാഫിക് മോഡൽ. കൺസ്യൂമർ ബിഹേവിയർ ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏതാണെന്ന് പറയാമോ കൺസ്യൂമർ ബിഹേവിയർ മോഡൽ അല്ലാത്തത്? യെസ്, ആര്യ കറക്റ്റ് ആണ്. സൈക്കോഗ്രാഫിക് മോഡൽ ആണ് കൺസ്യൂമർ ബിഹേവിയർ മോഡൽ അല്ലാത്തത്. ഇപ്പൊ കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് അതില് മൊത്തത്തിൽ ഈ 8 മോഡൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ ട്രഡീഷണൽ മോഡൽസ് ആണ് എക്കണോമിക് മോഡൽ, ലേണിംഗ് മോഡൽ, സൈക്കോ അനലിറ്റിക്കൽ മോഡലും സോഷ്യോളജിക്കൽ മോഡൽ. പിന്നെ കണ്ടംപററി അല്ലെങ്കിൽ മോഡേൺ മോഡൽസിൽ വരുന്നതാണ് ഹാർവാർഡ് ഷെത്ത് മോഡൽ, നിക്കോഷ്യ സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ, എങ്കൽ കൊല്ലർ ബ്ലാക്ക്വെൽ മോഡൽ. ഇതൊക്കെ മോഡേൺ മോഡൽസ് ആണ്, കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് ആണ്. ഞാനിപ്പോ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് കുറച്ചധികം ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്താൽ ടൈം കിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ മോഡൽസ് ഒന്ന് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഹൂ സജസ്റ്റഡ് പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൈസിംഗ്, പ്രൊമോഷൻ, ഓൾ ദീസ് in a company represent marketing mix? അതായത് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തി ആരാണെന്നാണ് ഈ ഒരു ചോദ്യത്തിൽ സിമ്പിൾ ആയിട്ട് ചോദിച്ചേക്കുന്നത്. മാർക്കറ്റിംഗ് മിക്സ് എന്നൊരു കോൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നേ? നീൽ ബോർഡൻ, നീൽസൺ ജോൺ, ഫിലിപ്പ് കോട്ട്ലർ, സ്റ്റീവൻ മോസ്. ആരാന്ന് പറയാമോ? എടാ, എല്ലാവർക്കും ഇത് തന്നെയാണോ? എല്ലാവരും സി തന്നെയാണോ അഭിപ്രായം? ഓക്കെ, ഇവിടെ ഈ ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറഞ്ഞൊരു വ്യക്തി മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. മാർക്കറ്റിംഗിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നൊരു വ്യക്തിയാണ് ഫിലിപ്പ് കോട്ട്ലർ. ഫിലിപ്പ് കോട്ട്ലറുടെ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് കൂടുതലും ഡെഫിനിഷൻസ് ചോദിക്കുന്നത് ഫിലിപ്പ് കോട്ട്ലറുടെ ആയിരിക്കും. പക്ഷേ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഫിലിപ്പ് കോട്ട്ലർ അല്ല, നീൽ ബോർഡൻ ആണ്. നീൽ ബോർഡൻ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നീൽ ബോർഡൻ ആണ്. അപ്പൊ ഈ ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്നൊരു ടേം കോയിൻ ചെയ്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നീൽ ബോർഡൻ ആണ്. അദ്ദേഹം പക്ഷേ 12 മാർക്കറ്റിംഗ് മിക്സിന്റെ 12 എലമെന്റുകളായിരുന്നു കൊണ്ടുവന്നത് കേട്ടോ. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞ് 12 എലമെന്റ്സ് കൊണ്ടുവന്നു. പിന്നെ നീൽ ബോർഡന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്ന ജെറോം മെക്കാർത്തി ആണ് ഈ ഒരു മാർക്കറ്റിംഗ് മിക്സിനെ പോപ്പുലറൈസ് ചെയ്തത്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ പിന്നീട് പോപ്പുലറൈസ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ അത് ജെറോം മെക്കാർത്തി ആണ്. പിന്നെ ഈ 12
മാർക്കറ്റിംഗ് മിക്സിന്റെ 12 എലമെന്റുകൾ നീൽ ബോർഡൻ കൊണ്ടുവന്നു. അതിനെ പിന്നീട് സിംപ്ലിഫൈ ചെയ്ത് 4 എലമെന്റ് ആക്കി മാറ്റി. 4P എന്ന് പറഞ്ഞത് ജെറോം മക്കാർത്തെ ആണ് കേട്ടോ, ജെറോം മക്കാർത്തെ. അപ്പോ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് നീൽ ബോർഡൻ ആണ്. അതിനെ പോപ്പുലറൈസ് ചെയ്തതും 4P എന്ന് പറഞ്ഞ് ചുരുക്കിയതും ആരാന്ന് ചോദിച്ചാൽ അത് ജെറോം മക്കാർത്തെ ആണ്. ഈ 2 പേരുകളും നിങ്ങൾ മാർക്കറ്റിംഗ് മിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചോണം. ഫിലിപ്പ് കോട്ട്ലർ അല്ല. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഫിലിപ്പ് കോട്ട്ലറുടെ കോൺട്രിബ്യൂഷൻ അല്ല. അപ്പൊ മാർക്കറ്റിംഗ് മിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിച്ചാൽ ഈ 2 വ്യക്തികളുടെ പേരാണ് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ക്രിയേറ്റിംഗ് എ യുണീക് ഇമേജ് ഓർ പെർസെപ്ഷൻ ഓഫ് എ ബ്രാൻഡ്, പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ് ഈസ് നോൺ ആസ്. ഇതിനെ നമ്മൾ എന്താ പറയുന്നേ? അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ഒരു യുണീക്ക് ഇമേജ് കസ്റ്റമറുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറയും? യെസ്, ഓപ്ഷൻ സി, മാർക്കറ്റ് പൊസിഷനിങ് ആണ് അല്ലെ. മാർക്കറ്റ് പൊസിഷനിങ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, പൊസിഷൻ ചെയ്യുക, അതായത് കസ്റ്റമേഴ്സിന്റെ മൈൻഡിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ഒരു യുണീക്ക് ഇമേജ് കൊണ്ടുവെക്കുന്നു. അതാണ് മാർക്കറ്റ് പൊസിഷനിങ്. ഇവിടെ മാർക്കറ്റ് സെഗ്മെന്റേഷനും ടാർഗറ്റിങ്ങും പൊസിഷനിങ്ങും ഈ 3 ടേംസും ഇന്റർ റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ് ആദ്യം വരുന്നത്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണെന്ന് അറിയാമോ? നമ്മള് ഒരു വലിയ മാർക്കറ്റിനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്യും. അതാണ് സെഗ്മെന്റേഷൻ. അത് പല ബേസിസിൽ നമുക്ക് ഈ ഡിവിഷൻ നടത്താം. ഇപ്പോ കസ്റ്റമേഴ്സിന്റെ ഏജ് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്തൂടെ? ഇപ്പൊ നമ്മുടെ മാർക്കറ്റ്, അതായത് നമ്മൾ എവിടെയാണോ ഈ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് പോകുന്നത്, അതാണ് നമ്മുടെ മാർക്കറ്റ്. ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ എൻറ്റയർ മാർക്കറ്റിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ ഏജിന്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കൊച്ചുകുട്ടികൾ അല്ലെ, ചെറിയ കുട്ടികളെ ഫോക്കസ് ചെയ്ത് പ്രൊഡക്റ്റ് ഇറക്കാം. അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള പ്രായമുള്ളവരെ ഫോക്കസ് ചെയ്തിട്ട് ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സ്, അതൊക്കെ ആരെ ഫോക്കസ് ചെയ്തിട്ടാ? ഈ പ്രായമുള്ളവരെ ഫോക്കസ് ചെയ്ത് ഇറക്കുന്നയാ. അപ്പം നമ്മൾ ആദ്യം മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് എന്തിന്റെ ബേസിലാണോ നമ്മൾ തരംതിരിക്കുന്നത്, നമുക്ക് അങ്ങനെ ഒരു ബേസിസിൽ എന്ത് ചെയ്യാം? സെഗ്മെന്റ് ചെയ്യാം. മാർക്കറ്റിനെ നമ്മൾ തരംതിരിക്കുന്നു. തരംതിരിച്ചിട്ട് ടാർഗറ്റ് ചെയ്യുവാണ്. ദെൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ കഴിഞ്ഞാൽ അടുത്തത് ടാർഗറ്റിംഗ് ആണ്. ടാർഗറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വലിയ ഒരു ബ്രോഡ് മാർക്കറ്റിനെ പല പല ബേസിസിൽ സെഗ്മെന്റ് ചെയ്തു. ഇനി ഏത് സെഗ്മെന്റിലാണോ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് പോകുന്നത് ആ സെഗ്മെന്റ് സെലക്ട് ചെയ്യണം. അതാണ് ടാർഗറ്റിംഗ്. അപ്പൊ ആദ്യം നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ ആളുകളുടെ ഏജിന്റെ ബേസിൽ ഡിവൈഡ് ചെയ്തു. കൊച്ചുകുട്ടികള്, പിന്നുള്ള യങ് ആയിട്ടുള്ളവര്, പിന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ളവര്, ഇങ്ങനെ 3 ആയിട്ട് നമ്മൾ സെഗ്മെന്റ് ചെയ്തു. ഇനി ടാർഗറ്റിംഗ് ആണ്. അതായത് ഇതിൽ ഏത് സെഗ്മെന്റിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതാണ് ടാർഗറ്റിംഗ്. ആ സെഗ്മെന്റിനെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മള് ചോക്ലേറ്റ്സ് ആണ് കൂടുതലും ഈ കൊച്ചുകുട്ടികൾ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ്സ് ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റ് ആ കൊച്ചുകുട്ടികളാണ് അല്ലെ, ചിൽഡ്രൻ, കൊച്ചുകുട്ടികളാണ്. അപ്പൊ നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്തു. ഇനി പൊസിഷനിങ് ആണ്. പൊസിഷനിങ് എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി ഒരു യുണീക്ക് ഇമേജ് ഉണ്ടാക്കി എടുക്കണം. ഇപ്പൊ ഈ കിൻഡർ ജോയ് മാർക്കറ്റ് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്ക് എവിടെ പോയാലും കിൻഡർ ജോയ് കാണുമ്പോഴത്തേക്കിന് അവർക്ക് ആ പ്രൊഡക്റ്റ് അതിൽ അവർ വാശി പിടിക്കും അല്ലെ. അപ്പൊ ഇത് എന്തുകൊണ്ടാ? ആ ഒരു പൊസിഷനിങ് ആ. ആ കസ്റ്റമറുടെ മൈൻഡിലേക്ക് അവരാരെയാണോ ടാർഗറ്റ് ചെയ്തത് ആ ടാർഗറ്റ് ചെയ്ത കസ്റ്റമറുടെ മൈൻഡിലേക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി ഒരു യുണീക്ക് ഇമേജ് ഉണ്ടാക്കി എടുക്കണം. അതാണ് മാർക്കറ്റ് പൊസിഷനിങ്ങിന്റെ ലക്ഷ്യം. ഇപ്പൊ കിൻഡർ ജോയ് കൃത്യമായി പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പം കൊച്ചുകുട്ടികളെ കൊണ്ട് ഷോപ്പിൽ പോകുമ്പോൾ അവര് മറ്റെന്ത് സാധനങ്ങൾ കണ്ടിട്ട് വാശി പിടിച്ചില്ലെങ്കിലും ഈ കിൻഡർ ജോയ് കാണുമ്പോൾ അവർക്ക് അതിലേക്കൊരു അട്രാക്ഷൻ ഉണ്ടല്ലേ. അതെന്തുകൊണ്ടാ? ഒരു യുണീക്ക് ഇമേജ്. ഇപ്പൊ ആ ഒരു ചോക്ലേറ്റ് കിട്ടുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ടോയ്സ് കിട്ടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു
ഇഷ്ടം അവരുടെ മനസ്സിൽ ആ പ്രൊഡക്റ്റിനോട് ഉണ്ടായി. അതുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ടൊരു പൊസിഷനിങ് നടന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ ഈ 3 സ്റ്റേജുകൾ. അത് കൃത്യമായിട്ട് ഓർത്തോണേ. സെഗ്മെന്റേഷനും ടാർഗറ്റിങ്ങും പൊസിഷനിങ്ങും. ആദ്യം സെഗ്മെന്റ് ചെയ്യുന്നു, നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ തരംതിരിക്കുവാണ്, അതാണ് സെഗ്മെന്റേഷൻ. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഏത് സെഗ്മെന്റിലേക്കാണോ നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുന്നത് ആ സെഗ്മെന്റ് സെലക്ട് ചെയ്യുന്നു, അതാണ് ടാർഗറ്റിംഗ്. പിന്നെ പൊസിഷനിങ് ആ, ആളുകളുടെ മൈൻഡിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ എത്തിക്കണം, പൊസിഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റ് യുണീക്ക് ആയിട്ടൊക്കെ ഇറക്കണം, എന്നാലേ ആൾക്കാരുടെ മൈൻഡിലേക്ക് ആ പ്രൊഡക്റ്റ് കയറുള്ളൂ അല്ലെ. അത് യുണീക്ക് ആയിട്ടൊക്കെ നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഇറക്കിയാലേ ആളുകളുടെ മനസ്സിൽ ഒരു പ്രത്യേക ആ പ്രൊഡക്റ്റിനോടൊരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ ഒരു യുണീക്ക് ഇമേജ് വരുള്ളൂ. അതാണ് പൊസിഷനിങ്. ഈ 3 കോൺസെപ്റ്റ് കൃത്യമായിട്ട് ഓർത്തോണം: സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ്, പൊസിഷനിങ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നോക്കിക്കേ. When a firm produces only one product or product line to promote it to all customers with a single marketing mix, it is called the when a firm produces only one product or product line. അതായത് ഇപ്പൊ ഒരു ഫേം ഒരൊറ്റ പ്രൊഡക്റ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, എന്നിട്ട് എല്ലാ കസ്റ്റമേഴ്സിലേക്കും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ മാർക്കറ്റിംഗ് മിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. അപ്പൊ ആ ഒരൊറ്റ പ്രൊഡക്റ്റ് തന്നെ അവര് എല്ലാവരിലേക്കും, അതായത് എല്ലാവരെയും ഫോക്കസ് ചെയ്തിട്ട്, എല്ലാ കസ്റ്റമേഴ്സിനെയും ഫോക്കസ് ചെയ്ത് അവർ ഒറ്റ പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ സെപ്പറേറ്റ് ഒരു ഫോക്കസിങ്ങോ സെപ്പറേറ്റ് ആയിട്ട് ഒരു സെഗ്മെന്റോ ഒന്നും ചെയ്തിട്ടില്ല. ഒരൊറ്റ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുവാണ്, എല്ലാ കസ്റ്റമേഴ്സിനെയും ആ ഒരു ഒറ്റ പ്രൊഡക്റ്റ് തന്നെ എല്ലാവരിലേക്കും എത്തിക്കുന്നു. യെസ്, റൈറ്റ്, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയും. അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്. അപ്പൊ അവിടെ എന്താ, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല ആൾക്കാരെ ഒന്നും, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻഷിയേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ, ആ പ്രൊഡക്റ്റ് ഇവർ എന്താ ചെയ്യുന്നത്, എല്ലാ കസ്റ്റമേഴ്സിലേക്കും പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. ഇപ്പൊ ചില പ്രൊഡക്റ്റുകളുണ്ട്, അത് അങ്ങനെ ഒരു ജെൻഡർ സ്പെസിഫിക്കോ ഏജ് സ്പെസിഫിക്കോ ഒന്നും അല്ലാത്ത പ്രൊഡക്റ്റ് ഉണ്ട്, കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ട അല്ലെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ കാണും. അപ്പൊ അത് നമ്മൾ ഇന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ന കസ്റ്റമർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് മാത്രമായിട്ടായിരിക്കത്തില്ല നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നത്. എല്ലാവരും ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോ ടൂത്ത് പേസ്റ്റ്, അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഏജ് സ്പെസിഫിക് ആയിട്ട് ടൂത്ത് പേസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവരിലേക്കും കോമൺ ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ കാണും. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റിങ്ങിനെയാണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിങ്ങിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് മാസ് മാർക്കറ്റിംഗ് കേട്ടോ. മാസ് മാർക്കറ്റിംഗ്. അൺഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റിനെ തന്നെയാണ് നമ്മൾ മാസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാസ് മാർക്കറ്റിംഗ്. ഇവിടെ സെഗ്മെന്റേഷൻ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ദ ടേം ഗ്രീൻ വാഷിംഗ് ഈസ് റിലേറ്റഡ് വിത്ത് ഗ്രീൻ വാഷിംഗ്. ഈ ഒരു ടേം എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാ? മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ടാക്സേഷൻ, മാനേജ്മെന്റ്. ഏതിൽ വരുന്നതാണ് ഈ ഗ്രീൻ വാഷിംഗ്? യെസ്, ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ടേം ആണ് അല്ലെ. മാർക്കറ്റിംഗിൽ വരുന്ന ടേം ആണ് ഗ്രീൻ വാഷിംഗ്. ഈ ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞ ടേം, ഈ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയത്തില്ലേ? ബ്രെയിൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ പറഞ്ഞ് നമ്മൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ മൈൻഡിനെ നമ്മൾ മാറ്റും, അതാണ് ബ്രെയിൻ വാഷിംഗ്. അതേപോലെ ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്, ഈ ചില കമ്പനീസ് അവരുടെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലാ പ്രൊമോട്ട് ചെയ്യും.
കസ്റ്റമേഴ്സിനെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊമോഷൻസ് ആണ്. ഇപ്പൊ മെയിൻ ആയിട്ടും ഗ്രീൻ വാഷിംഗ്, ഗ്രീൻ എന്നൊരു കോൺസെപ്റ്റ് എവിടെ വന്ന എന്താണെന്നറിയാമോ? ചില പ്രൊഡക്റ്റുകൾ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിരിക്കത്തില്ല, എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആയിരിക്കത്തില്ല. പക്ഷെ അവരുടെ പ്രൊമോഷനും അവരുടെ സ്ട്രാറ്റജീസും അവരുടെ അഡ്വർടൈസ്മെന്റുകളും ഒക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുവാണ് ഈ പ്രൊഡക്റ്റ് എക്കോ ഫ്രണ്ട്ലി ആണ് എന്ന് തോന്നി ആൾക്കാർ ആ പ്രൊഡക്റ്റ് വാങ്ങും. പക്ഷെ ആക്ച്വലി ആ പ്രൊഡക്റ്റ് എന്തല്ല, എക്കോ ഫ്രണ്ട്ലി അല്ല. അപ്പോ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് അതിന്റെ മാർക്കറ്റിങ്ങും അതിന്റെ പ്രൊമോഷൻസും ഒക്കെ എക്കോ ഫ്രണ്ട്ലി ആണെന്ന് ആൾക്കാരെ തോന്നിക്കുന്ന തരത്തിൽ, മിസ്ലീഡ് ചെയ്യുന്ന തരത്തിൽ അവരതിന്റെ മാർക്കറ്റിംഗ് ചെയ്യും. അപ്പൊ അതിനെ ആ ഒരു അങ്ങനെ അത്തരത്തിലുള്ള മാർക്കറ്റിങ്ങിനെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണത്. കസ്റ്റമേഴ്സ് വിചാരിക്കും ആ പ്രൊഡക്റ്റ് നല്ലതാണ്, അല്ലെങ്കിൽ അത് എക്കോ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൽ തന്നെ കുറെ ഇതിന്റെ പല പല തരത്തിൽ ഈ പ്ലാസ്റ്റിക്കുകളെ നമ്മൾ തരംതിരിക്കത്തില്ലേ? ഇത്ര ഇതിന് താഴെയുള്ള പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ അത് എക്കോ ഫ്രണ്ട്ലി ആണ്, കുഴപ്പമില്ല, യൂസ് ചെയ്യാം. അതിന് മുകളിലേക്ക് വരുവാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ചില കമ്പനീസിന്റെ പാക്കേജിങ്ങും അല്ലെങ്കിൽ അതിലുള്ള എഴുത്തുകളും ഒക്കെ നമ്മൾ വിചാരിക്കും ആ പ്ലാസ്റ്റിക് ഓക്കെ ആണ്, അല്ലെങ്കിൽ അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഇങ്ങനെ ആ പ്രൊഡക്റ്റിനെ പറ്റി തന്നെ അത് കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആണെന്ന് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അങ്ങനെ കസ്റ്റമേഴ്സ് ആ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യും. അതിനെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. ഗ്രീൻ വാഷിംഗ് കസ്റ്റമേഴ്സിനെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് എക്കോ ഫ്രണ്ട്ലി ആണ് എന്ന് കാണിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നു. ആക്ച്വലി പ്രൊഡക്റ്റ് ഈസ് നോട്ട് എക്കോ ഫ്രണ്ട്ലി. അതാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. ദ ഫുൾ ഫോം ഓഫ് ESG റിപ്പോർട്ടിംഗ്. ESG റിപ്പോർട്ടിംഗിന്റെ ഫുൾ ഫോം എന്താ? സുറമി, റൈറ്റ്. ഓപ്ഷൻ ബി ആണ് എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ് റിപ്പോർട്ടിംഗ്. എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ് റിപ്പോർട്ടിംഗ് ആണ് ESG റിപ്പോർട്ടിംഗ്. ESG റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാല് ഒരു കമ്പനിയുടെ നോൺ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ആണ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് അവരുടെ P&L അക്കൗണ്ടിൽ നിന്നും ബാലൻസ് ഷീറ്റിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടും. എന്നാൽ അവരുടെ നോൺ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അതായത് എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് ഈ ഒരു ESG റിപ്പോർട്ടിംഗിൽ പറയുന്നത്. അതായത് ഈ ഒരു അവരുടെ ESG റിപ്പോർട്ടിംഗിൽ നിന്നാണ് ആളുകൾക്ക് ആ കമ്പനിയുടെ എൻവയോൺമെന്റൽ, അവർ എത്രത്തോളം സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത്, എൻവയോൺമെന്റിനോട് അവരെങ്ങനെയാണ് പെരുമാറുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിന് മനസ്സിലാകണമെങ്കിൽ ആ കമ്പനിയുടെ ESG റിപ്പോർട്ടിംഗിൽ കൂടെ ആയിരിക്കും മനസ്സിലാകുന്നത്. അപ്പൊ അവിടെ എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ് ആസ്പെക്ടുകളാണ് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. എൻവയോൺമെന്റൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ അവരുടെ കാർബൺ എമിഷൻസ് എത്രത്തോളം ഉണ്ട്, എനർജി യൂസേജ്, റിന്യൂവബിൾ എനർജി അവർ യൂസ് ചെയ്യുന്നുണ്ടോ, വാട്ടർ കൺസംഷൻ, പൊല്യൂഷൻ കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻവയോൺമെന്റൽ ആസ്പെക്റ്റിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. പിന്നെ സോഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ അവരുടെ എംപ്ലോയി വെൽഫെയർ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്ന എംപ്ലോയി വെൽഫെയർ പ്രാക്ടീസുകളും അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്, അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ അവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതാണ് സോഷ്യൽ ആസ്പെക്റ്റുകളിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ദെൻ ഫൈനലി ഗവേണൻസ് ആസ്പെക്ട്. ഗവേണൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അവരുടെ ബോർഡ്, കമ്പനിയുടെ ബോർഡിന്റെ സ്ട്രക്ചർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് സ്ട്രക്ചറും ഷെയർ ഹോൾഡർ റൈറ്റുകളും റിസ്ക് മാനേജ്മെന്റും, അതേപോലെ ലോ, നിയമങ്ങളിലുള്ള കംപ്ലയൻസ്, ലോ എത്രത്തോളം അവർ കംപ്ലൈ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളാണ് ഗവേണൻസ് എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഒരു കമ്പനിയുടെ നോൺ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ് ആസ്പെക്ട്. അപ്പൊ ഈ 3 പ്രാക്ടീസുകളും അവർ എന്ത് ചെയ്തിരിക്കണം, കമ്പനി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം.
ഓക്കെ, അതിനെയാണ് ESG റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ESG റിപ്പോർട്ടിൽ നിന്നാണ് മറ്റേ പബ്ലിക്കിന് ഈ കമ്പനി എത്രത്തോളം നല്ല കമ്പനിയാണ്, അല്ലെങ്കിൽ ഇവര് എത്തിക്കൽ ആണോ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ESG റിപ്പോർട്ടിൽ നിന്നായിരിക്കും മനസ്സിലാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. TQM സ്റ്റാൻഡ്സ് ഫോർ, TQMന്റെ ഫുൾ ഫോം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. യെസ്, TQM എന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് അല്ലെ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഈ TQM എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ് TQMന്റെ മെയിൻ ഫോക്കസ് കേട്ടോ. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഒരു ഓർഗനൈസേഷൻ അകത്ത് മാക്സിമം ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകൾ, അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഡിഫക്റ്റുകളും മാറ്റി കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എപ്പോഴും ഓർഗനൈസേഷൻ അകത്ത് ഉണ്ടായിരിക്കണം. അതേപോലെ മാക്സിമം ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കണം. അതാണ് TQMന്റെ മെയിൻ ഫോക്കസ്. ഇവര് ഫസ്റ്റ് ഫോക്കസ് കൊടുക്കുന്ന കസ്റ്റമേഴ്സിനാണ്. TQMന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ ആണ് കസ്റ്റമർ ഫോക്കസ് എന്ന് പറയുന്നത്. കസ്റ്റമർ ഫോക്കസ്. ഇവിടെ കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മളുടെ പ്രോഡക്റ്റുകൾ എത്തിക്കണം. എന്നാലേ അവിടെ നമുക്ക് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് എന്ത് ചെയ്യണം, പാലിക്കാനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് പറ്റണം. കസ്റ്റമർ ഫോക്കസ് ആണ് TQMന്റെ കോർ പ്രിൻസിപ്പിൾ. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, അത് മറ്റൊരു പ്രിൻസിപ്പിൾ ആണ്. TQMലുള്ള മറ്റൊരു പ്രിൻസിപ്പിൾ ആണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. അതായത് ഓർഗനൈസേഷനകത്ത് എപ്പോഴും ചെറിയ അല്ലെങ്കിൽ സ്മോൾ ഇൻക്രിമെന്റൽ ചേഞ്ചുകൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ ടോട്ടൽ എംപ്ലോയി ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നതും TQMന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ടോട്ടൽ എംപ്ലോയി ഇൻവോൾവ്മെന്റ്, അതായത് ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ ഇപ്പൊ ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ QC, ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷനിൽ കാണും. പക്ഷേ ഈ ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഡ്യൂട്ടി അല്ല ക്വാളിറ്റി മെയിന്റനൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ്. TQMന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലാതെ ക്വാളിറ്റിയുടെ ആ ഒരു ടീമിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. അപ്പൊ ഇവിടെ എല്ലാവരും, അതായത് എംപ്ലോയി, എല്ലാ ലെവൽസിലുമുള്ള എംപ്ലോയീസ് ഉൾപ്പെടെ എല്ലാവരും കൂടിയുള്ള ഒരു ടീം വർക്കാണ് ക്വാളിറ്റിയുടെ ബാക്ക് ബോൺ. അതാണ് TQMല് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ പറയുന്നത്. യെസ്, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷന്റെ ലക്ഷ്യം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. The term marketing myopia is associated with the മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറഞ്ഞിട്ടൊരു ടേം ആരാണ് കൊണ്ടുവന്നതെന്ന് പറയാമോ? മാർക്കറ്റിംഗ് മയോപ്പിയ. യെസ്, ആര്യ. യെസ്, തിയോഡോർ ലെവിറ്റ് ആണ് അല്ലെ. തിയോഡോർ ലെവിറ്റ് ആണ് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറഞ്ഞിട്ടൊരു ടേം കൊണ്ടുവന്ന വ്യക്തി. ഈ ഒരു മാർക്കറ്റിംഗ് മയോപ്പിയ അതെന്താന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. മാർക്കറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് മാർക്കറ്റിംഗ് മയോപ്പിയ. മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഫേം അവരുടെ പ്രൊഡക്റ്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ആക്ച്വൽ കസ്റ്റമർ നീഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആ പ്രൊഡക്റ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ ഇറക്കുവാണെങ്കിൽ അവിടെ ഈ മാർക്കറ്റിംഗ് മയോപ്പിയ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാ പറയുന്നത്. എങ്ങനെയാണെന്നറിയാമോ? ഈ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റിന് ഒരു ഷോർട്ട് സൈറ്റഡ് ഫോക്കസ് കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം പ്രോഫിറ്റുകൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ഷോർട്ട് സൈറ്റഡ് ഫോക്കസ് കൊടുക്കുമ്പോൾ അവിടെ കസ്റ്റമർ നീഡുകൾ നോക്കാതെ ആ പ്രൊഡക്റ്റിന് മാത്രം,
കസ്റ്റമർക്ക് എന്താണ് വേണ്ടത്, കസ്റ്റമേഴ്സിന്റെ നീഡ് ഇവർ എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാതെ ഇവരിറക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ആ പ്രൊഡക്റ്റ് മാക്സിമം സെയിൽ ചെയ്ത് ഇവർക്കൊരു ഷോർട്ട് ടേം പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ബിസിനസ് ചെയ്യുവാണെങ്കിൽ അതിനെ മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയും. അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് നോക്കിയ. നോക്കിയ ഫോൺസ്, നോക്കിയ ഫോണുകള് ഇപ്പൊ നോക്കിയ ഫോൺസ് ഇല്ല അല്ലെ, നോക്കിയയുടെ ഫോണുകൾ ഇപ്പൊ ആരെങ്കിലും വാങ്ങുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. ഒരു സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ മനസ്സിലാകും, പണ്ട് നമ്മുടെ ഈ സ്മാർട്ട് ഫോണുകളൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തില് അന്ന് എല്ലാവരുടെയും കയ്യിൽ ഈ കീപാഡ് ഫോണായിരുന്നു. ആ ഈ കീപാഡ് ഫോണുകളെ ഭരിച്ചിരുന്നത് ആരാ? നോക്കിയ ആയിരുന്നു അല്ലെ. കീപാഡ് ഫോണുകളെ ഭരിച്ചിരുന്നത് നോക്കിയ. അതായത് വേറെ ഒരു ബ്രാൻഡും ഇല്ല, ഈ ഒരു ബ്രാൻഡ് തന്നെ ഉള്ളൂ, ഇത് തന്നെ ആളുകൾ വാങ്ങുകയുള്ളൂ. അപ്പൊ ഈ ഫോണിന് അവരാ മാർക്കറ്റിലെ ലീഡർ ആയിരുന്നു, അല്ലെങ്കിൽ രാജാവായിരുന്നു നോക്കിയ. അപ്പൊ അന്ന് ഇവരെന്താ ചെയ്തത്? ആ കീപാഡ് ഫോണുകൾ വിറ്റു. ഇവരന്ന് ലീഡറാണ്, വേറെ ഫോൺസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ വേറെ കമ്പനീസ് ഒന്നും ഇല്ല. ഇവര് ഈ ഫോണുകൾ തന്നെ മാക്സിമം സെയിൽ ചെയ്തു, മാക്സിമം ഇത് മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്തു. അപ്പോഴും കസ്റ്റമർ നീഡുകൾ ഇവർ നോക്കുന്നില്ല. അതായത് കസ്റ്റമേഴ്സിന് ഈ കീപാഡ് മാറി ആൻഡ്രോയിഡ് ഫോണുകളിലേക്ക് താല്പര്യമുണ്ട്, ടച്ച് സ്ക്രീനുള്ള ഫോണുകൾ വേണം. ഇങ്ങനെയുള്ള കസ്റ്റമർ നീഡുകൾ അവരങ്ങോട്ട് ഫോക്കസ് ചെയ്യാതെ അവർ ആ പ്രൊഡക്റ്റിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തു. ആ പ്രൊഡക്റ്റ് അവർ അങ്ങനെ തന്നെ വിൽക്കുന്നു. അല്ലെങ്കിൽ അവർ ആ പ്രൊഡക്റ്റിൽ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വരുത്തും, പക്ഷെ കസ്റ്റമേഴ്സിന് വേണ്ട നീഡുകളല്ല അവർ വരുത്തിയത്. കസ്റ്റമേഴ്സിന്റെ നീഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പകരം അവർക്ക് തോന്നുന്ന മാറ്റങ്ങളും ഫീച്ചേഴ്സും ഒക്കെ വരുത്തിക്കൊണ്ട് ആ പ്രൊഡക്റ്റ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെയ്തപ്പോ എന്താ സംഭവിച്ചേ? കസ്റ്റമർ നീഡുകൾ ഫുൾഫില്ല് ചെയ്യുന്ന തരത്തിൽ മറ്റ് ഫോണുകൾ വിപണിയിലേക്ക് വന്നു. ഈ ആൻഡ്രോയിഡ് ഫോണുകളും ഐഫോണുകളും ഒക്കെ ഇറങ്ങിയപ്പോഴേക്കും കസ്റ്റമേഴ്സിന് മാക്സിമം സെക്യൂരിറ്റി, നല്ല ക്യാമറ ഫീച്ചേഴ്സ്, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുത്തിക്കൊണ്ട് മറ്റ് ഫോണുകൾ വന്നപ്പോഴത്തേക്കിന് കസ്റ്റമേഴ്സ് എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി ഈ നോക്കിയയിൽ നിന്ന് മാറി മറ്റ് ബ്രാൻഡുകളിലേക്ക് ആയി. അപ്പൊ ഈ നോക്കിയ അന്നും എന്ത് ചെയ്തില്ല? കസ്റ്റമർ നീഡ് ഫുൾഫില്ല് ചെയ്യുന്ന തരത്തിൽ അവരുടെ പ്രൊഡക്റ്റിനെ മാറ്റിയില്ല. അതാണ് അവർക്ക് പറ്റിയൊരു പ്രശ്നം. അതായിരുന്നു അവിടെ, അതാണ് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത്. കസ്റ്റമർ നീഡ് നോക്കാതെ അവര് മാനുഫാക്ചറേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൊഡക്റ്റിലെ മാറ്റങ്ങൾ വരുത്തി ആ പ്രൊഡക്റ്റിനെ ഒരു ഷോർട്ട് സൈറ്റഡ് വ്യൂ ആ, അവർക്ക് ഇപ്പൊ പ്രോഫിറ്റ് കിട്ടണം, ഇപ്പൊ മാക്സിമം പ്രോഫിറ്റ് കിട്ടണം എന്നൊരൊറ്റ ലക്ഷ്യം. ഫ്യൂച്ചറിൽ നിലനിൽപ്പ് വേണമെന്നും ലോങ് ടേം പ്രോഫിറ്റ് വേണമെന്നും ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, ഇപ്പൊ നമ്മളാണ് ലീഡർ, അപ്പൊ ഇപ്പൊ മാക്സിമം പൈസ കിട്ടുക, ഇതാണ് അവരുടെ ലക്ഷ്യം. ഇങ്ങനൊരു ലക്ഷ്യത്തോടു കൂടി ബിസിനസ് ചെയ്യുമ്പോഴാണ് അതിനെയാണ് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് സൈറ്റഡ് ഫോക്കസോട് കൂടി, ഷോർട്ട് സൈറ്റഡ് ഫോക്കസ്, പ്രൊഡക്റ്റിൽ ഒരു ഷോർട്ട് സൈറ്റഡ് ഫോക്കസ് കൊടുക്കുന്നു, കസ്റ്റമർ നീഡുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇതിനെയാണ് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നോക്കിയയുടെ എക്സാമ്പിൾ നിങ്ങൾ ഈ മാർക്കറ്റിംഗ് മയോപ്പിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. യെസ്, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. Which of the following is not included in 7 P's of marketing mix given by Booms and Bittner? ഏതാന്ന് പറയാമോ? 7 P's of marketing, Booms and Bittnerയുടെ 7 P of marketingൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് പറയാമോ? അതിൽ വരാത്ത പി. യെസ്, റൈറ്റ്. പ്ലാനിങ് അല്ലെ. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് 7 Pയിൽ വരുന്ന ഒരു പി അല്ല. 7 P ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊക്കെയാ നോക്കിക്കേ. നമ്മുടെ 4 Pയും പിന്നെ ഒരു 3 Pയും കൂടെ ആഡ് ചെയ്തതാണ്. സർവീസ് മാർക്കറ്റിംഗിലാണ് ഈ 7 P വരുന്നത്. നമ്മുടെ സാധാരണ 4 P ഉണ്ടല്ലോ, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഈ 4 Pയുടെ കൂടെ ഒരു അഡീഷണൽ 3 Pയും കൂടെ ആഡ് ചെയ്തു. അതായത് പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്, ഇതും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് 7 P ഓഫ് മാർക്കറ്റിംഗ് ആയത്. മാർക്കറ്റിംഗ് മിക്സ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം, ഷുവർ ആയിട്ടും ചോദ്യം വരും. ഈ മാർക്കറ്റിംഗ് മിക്സിൽ ഓരോ
എലമെന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കണേ. പ്രൊഡക്റ്റ് എന്ന് പറയുന്ന എലമെന്റ് നമുക്കറിയാം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്താണോ കൊടുക്കുന്നത് അതാണ് പ്രൊഡക്റ്റ് അല്ലേ. വാട്ട് ഈസ് ഓഫേർഡ് ടു സാറ്റിസ്ഫൈ കസ്റ്റമർ നീഡ്സ്, അതിനെ പ്രൊഡക്റ്റ് എന്ന് പറയാം. അപ്പൊ ഈ പ്രൊഡക്റ്റ് മിക്സിനകത്ത് ഉൾപ്പെടുന്നതാണ് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും ഫീച്ചേഴ്സും ഡിസൈനും, അതെല്ലാം പ്രൊഡക്റ്റ് മിക്സിൽ വരും. പിന്നെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ആ പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്ന എമൗണ്ട് ആണ് പ്രൈസ്. പ്രൈസ് മിക്സിനകത്താണ് ഈ പ്രൈസിങ് സ്ട്രാറ്റജീസും ഡിസ്കൗണ്ടുകളും ഒക്കെ പ്രൈസ് മിക്സിൽ ഉൾപ്പെടുന്നതാണ്. ആ ഡിസിഷൻസ് ഒക്കെ അവിടെ വരും. പിന്നെ പ്ലേസ് എന്ന് പറയുന്നത് സിംപ്ലി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്ലേസ് അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഏത് തരത്തിലാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നത്, അതിപ്പോ ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ ഒക്കെ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കാം അല്ലെ. വെബ്സൈറ്റുകൾ വഴിയോ അല്ലെങ്കിൽ വിർച്വൽ മാർക്കറ്റിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മാർക്കറ്റിൽ കൂടിയോ ഒക്കെ നമുക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കാം. അപ്പൊ ഈ പ്ലേസ് മിക്സിനകത്ത് വരുന്നതാണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ലോജിസ്റ്റിക്സ്, ലൊക്കേഷൻ, ഇതൊക്കെ പ്ലേസ് മിക്സിൽ വരും. ദെൻ പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റി കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യുന്നതാണ് പ്രൊമോഷൻ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊമോഷൻ മിക്സിനകത്ത് വരുന്നതാണ് അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷനും പബ്ലിക് റിലേഷൻസും പേഴ്സണൽ സെല്ലിങ്ങും ഒക്കെ. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള 4P. പിന്നെ ഒരു 3Pയും കൂടെ ഉണ്ട്. പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്. ഇത് മൂന്നും ആക്ച്വലി സർവീസ് മാർക്കറ്റിംഗ് മിക്സ് ആണ് കേട്ടോ. സർവീസ് മാർക്കറ്റിംഗ് മിക്സ് ആണ് ഈ 7P. അപ്പോ സർവീസ് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നുള്ള 3P, അതായത് പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്. പീപ്പിൾ എന്ന് പറയുമ്പോൾ ആ ഒരു സർവീസ് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളെയാണ് പീപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോ ഇപ്പൊ നമ്മളൊരു സലൂണിൽ പോയാൽ അവിടെ നമുക്ക് നമ്മുടെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് അവിടെ പല ആളുകൾ കാണും, പല പ്രൊഫഷണൽസ് കാണും. ഇവരെയാണ് നമ്മൾ പീപ്പിൾ എന്നൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. പിന്നെ പ്രോസസ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊസീജിയർ ആണ്, നമുക്ക് ആ ഒരു സർവീസ് ഡെലിവർ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് പ്രോസസ്. ഇപ്പോ നമ്മൾ ഒരു ഓൺലൈൻ ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ടിക്കറ്റ് ബുക്കിംഗ് പ്രോസസ്സ് അപ്പൊ അത് ചില വെബ്സൈറ്റിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ചില വെബ്സൈറ്റുകളിലാണെങ്കിൽ അതിനൊരു വലിയ ലെങ്തി പ്രോസസ് ആയിരിക്കും. അപ്പൊ ഈ ആസ്പെക്ടുകളാണ് പ്രോസസ് എന്ന് പറയുന്ന മിക്സിൽ വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ എവിഡൻസ്. ഫിസിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് ഈ സർവീസ്, ആക്ച്വലി നമുക്കറിയാം സർവീസ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് കാണാൻ പറ്റത്തില്ല, ഇൻടാഞ്ചിബിൾ ആ. പക്ഷേ ആ സർവീസിന്റെ ക്വാളിറ്റിയെ അറിയിക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള, അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണത്തില്ലേ. ഇപ്പൊ നമ്മളൊരു സലൂണിൽ പോകുമ്പോൾ അത് അവിടുത്തെ ആ ഒരു അപ്പിയറൻസ്, അവിടുത്തെ ആംബിയൻസും അവിടെ അവർ ആ സെറ്റ് ചെയ്തിരിക്കുന്ന ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവര് അത്യാവശ്യം പ്രീമിയം ആണ്, നല്ല സർവീസ് ആയിരിക്കും എന്ന് നമുക്ക് തോന്നും. അതാണ് ഫിസിക്കൽ എവിഡൻസ്. അതായത് സർവീസ് ക്വാളിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ എവിഡൻസ്. അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി, അപ്പൊ നമ്മൾ അവിടെ നോക്കും, ആ ഹോട്ടലിലെ ഫിസിക്കൽ എവിഡൻസ് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ കയറുന്നത് പോലും അല്ലെ. അപ്പൊ അതൊക്കെ ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു സർവീസ് അവർ തരുന്നത്. അപ്പോ ഈ ഒരു സർവീസ് എത്രത്തോളം നല്ലതായിരിക്കും എന്നത് നമുക്ക് അവരുടെ ഫിസിക്കൽ എവിഡൻസിൽ നിന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 4Pയുടെ കൂടെ വരുന്ന 3P, അതായത് പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്, ഇതും കൂടെ ആഡ് ചെയ്യുന്നതാണ് 7P. 7P എന്ന് പറയുന്നത് മെയിൻലി സർവീസ് മാർക്കറ്റിംഗ് മിക്സിൽ വരുന്നതാണ്. ഇത് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് ഓർക്കണം, ബൂംസ് ആൻഡ് ബിഗ്നർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. Which among the following is or are important constituents of promotion mix? പ്രൊമോഷൻ മിക്സിലെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്തൊക്കെയാന്ന് പറയാമോ? എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ് ആൻഡ് പബ്ലിസിറ്റി, ഓൾ ഓഫ് ദി അബോവ്. റൈറ്റ്, ഇതെല്ലാം വരും അല്ലെ. പ്രൊമോഷൻ മിക്സിനകത്ത് വരുന്നതാണ് ഈ പേഴ്സണൽ സെല്ലിങ്ങും ഡയറക്റ്റ് മാർക്കറ്റിംഗും അഡ്വർടൈസ്മെന്റും. ഇതെല്ലാം പ്രൊമോഷനാ, നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുവാണ്, ആളുകളിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ ആ കടയിലെ സ്റ്റാഫ് അവിടെ നിന്നുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ് അല്ലെ. നമ്മളെ കൊണ്ട് പറഞ്ഞ് ആ പ്രോഡക്റ്റ് എടുപ്പിക്കും. പിന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. ആ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറർ നേരിട്ട് കസ്റ്റമേഴ്സിനോട് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം. പിന്നെ അഡ്വർടൈസ്മെന്റുകൾ, അതൊരു മാസ്
മീഡിയയാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ലാർജ് കസ്റ്റമേഴ്സിനെ ഒറ്റയടിക്ക് ലാർജ് കസ്റ്റമേഴ്സിലേക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻ എത്തിക്കാം. ഇതെല്ലാം എന്താണ്? മാർക്കറ്റിംഗ് പ്രൊമോഷൻ, മാർക്കറ്റിംഗ് മിക്സിലെ പ്രൊമോഷൻ മിക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അല്ലെ. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഏത് മിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാന്ന് പറയാമോ? Product, place, price or promotion? യെസ്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്ലേസ് മിക്സിൽ വരുന്നതാണ് അല്ലെ. പ്ലേസ് മിക്സ്. ഈ ഒരു പ്ലേസ് മിക്സിലാണ് ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക്സും ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനും ഇതെല്ലാം പ്ലേസ് മിക്സിനകത്ത് വരും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ വെയർ ഹൗസിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഇതെല്ലാം പ്ലേസ് മിക്സിനകത്ത് വരുന്ന ഡിസിഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെഷേർഡ് ബൈ ദി നമ്പർ ഓർ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് മാനുഫാക്ചർഡ് ബൈ എ സിംഗിൾ മാനുഫാക്ചറർ? ഒരു സിംഗിൾ മാനുഫാക്ചർ ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സിനെ നമ്മൾ പറയുന്ന പേരെന്താണെന്നറിയാമോ? ഡെപ്ത്, ബ്രെഡ്ത്ത്, വോളിയം ഓർ കൺസിസ്റ്റൻസി? ഏതാന്ന് പറയാമോ? ഒരു സിംഗിൾ മാനുഫാക്ചർ ചെയ്യുന്ന, ഇപ്പൊ ഞാനൊരു മാനുഫാക്ചറർ ആണെങ്കിൽ ഞാൻ പല ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ്, ഞാൻ മാനുഫാക്ചർ ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ എത്ര വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റുകൾ ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നു, അതിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി അല്ല, ബ്രെഡ്ത്ത് ആണ് കേട്ടോ. ബ്രെഡ്ത്ത്. ഈ പ്രൊഡക്റ്റ് മിക്സിന്റെ ഡെപ്തും ബ്രെഡ്ത്തും വിത്തും ലെങ്തും കൺസിസ്റ്റൻസിയും ഈ കോൺസെപ്റ്റുകൾ ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറർ എത്ര ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ട്, അതാണ് ഈ പ്രൊഡക്റ്റ് മിക്സ്. ഓൾ പ്രൊഡക്റ്റ് ലൈൻസ്, എത്ര പ്രൊഡക്റ്റ് ലൈനുകൾ ഒരാൾക്കുണ്ട്. ഇപ്പൊ ഞാന് പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ പ്രൊഡക്റ്റ് ലൈനുകളെയും കൂടെ ചേർത്തിട്ട് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയും. ആ പ്രൊഡക്റ്റ് മിക്സിനകത്ത് ഡെപ്തും വിത്തും ലെങ്തും ബ്രെഡ്ത്തും കൺസിസ്റ്റൻസിയും ഒക്കെ വരുന്നുണ്ട്. ഓരോന്നും എന്താന്ന് പഠിച്ചു വെക്കണം. ഡെപ്ത് എന്ന് പറഞ്ഞാല് അല്ലെ വേണ്ട, നമുക്ക് ബ്രെഡ്ത്തിൽ തുടങ്ങാം അല്ലെ. നമ്മളിപ്പോ ബ്രെഡ് അല്ലേ പഠിച്ചു തുടങ്ങി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് മനസ്സിലാക്കാൻ കേട്ടിരുന്നാ മതി, കൃത്യമായിട്ട് കേട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ചോദിക്കും, എക്സാമിന് ചോദിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് മിക്സിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാല് ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ലൈൻസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ലൈൻസ്. ഈ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പ്രൊഡക്റ്റ് ലൈന്, ഇപ്പോ ഞാനൊരു മാനുഫാക്ചറർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി സോപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ലൈനാണ്. ആ കമ്പനി സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സോപ്പ് ഒരു പ്രൊഡക്റ്റ് ലൈനാണ്. പിന്നെ അവർ ഷാംപൂ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ടൂത്ത് പേസ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഓരോ പ്രൊഡക്റ്റ് ലൈനുകളാണ്. സോപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ലൈനാണ്. ആ സോപ്പിനകത്ത് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് ലൈനിൽ തന്നെ പല മണമുള്ള ഫ്രാഗ്രൻസ് ഉള്ള സോപ്പുകൾ കാണും അല്ലെ. അപ്പൊ സോപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒരു പ്രൊഡക്റ്റ് ലൈനാണ്. അതേപോലെ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒരു പ്രൊഡക്റ്റ് ലൈനാണ്. ഷാംപൂ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ലൈനാണ്. അപ്പൊ ഇങ്ങനെ മൊത്തം എത്ര പ്രൊഡക്റ്റ് ലൈനുകളുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ലൈൻസ് ആണ് ബ്രെഡ്ത്ത്. ബ്രെഡ്ത്തിനെ തന്നെ വിഡ്ത്ത് എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ, വിഡ്ത്ത് എന്നും പറയാം. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ലൈൻസ് ആണ് ബ്രെഡ്ത്ത് കൊണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യത്തിലും അത് തന്നെയല്ലേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മെഷേർഡ് ബൈ ദി number or variety of products manufactured by a single manufacturer? ഒരു സിംഗിൾ മാനുഫാക്ചർ ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ടോട്ടൽ വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റുകൾ എത്ര വെറൈറ്റി ഉണ്ട്,
അപ്പൊ അത് നമുക്ക് എത്ര പ്രൊഡക്റ്റ് ലൈൻ ഉണ്ട് എന്ന് നോക്കിയാൽ എത്ര വെറൈറ്റി ഉണ്ടെന്ന് മനസ്സിലാകുമല്ലോ. ഓരോ ടൈപ്പാണ്. ഇപ്പൊ സോപ്പ്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ഇത് 3 പ്രൊഡക്റ്റ് ലൈൻസ് ആണ്. അപ്പൊ നമുക്ക് 3 വെറൈറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. 3 പ്രൊഡക്റ്റ് ലൈൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതാണ് ബ്രെഡ്ത്ത്. പിന്നെ ഡെപ്ത് ഉണ്ട്. ഡെപ്ത് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ലൈനിനുള്ളിൽ എത്ര വേരിയൻസ് ഉണ്ടെന്നുള്ളതാണ് ഡെപ്ത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരാള് സോപ്പും ഷാംപൂവും ടൂത്ത് പേസ്റ്റും മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പൊ 3 പ്രൊഡക്റ്റ് ലൈൻ ആയി. ഇനി സോപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ലൈനിനകത്ത് എത്ര വേരിയന്റുകൾ ഉണ്ട്, അതാണ് ഡെപ്ത് ഓഫ് ദ പ്രൊഡക്റ്റ് മിക്സ്. ഡെപ്ത് എന്ന് പറയുന്നത് സോപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, സോപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ലൈനിനകത്ത് എത്ര വേരിയന്റ് ഉണ്ട്. ഇപ്പൊ സോപ്പിൽ തന്നെ ഹെർബൽ സോപ്പ്, സാൻഡൽ സോപ്പ്, നീം സോപ്പ്, ഇങ്ങനെ 3 എണ്ണം ഉണ്ടെങ്കിൽ അവിടെ ഡെപ്ത് എന്ന് പറയുന്നത് 4 വേരിയൻസ് ആയിരിക്കും. ഇപ്പൊ സോപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മാത്രം 4 വേരിയൻസ് ഉണ്ട്. അതാണ് ഡെപ്ത്. ഒരു പ്രൊഡക്റ്റ് ലൈനിനകത്തുള്ള നമ്പർ ഓഫ് വേരിയൻസ് ആണ് ഡെപ്ത് കൊണ്ട് മെഷർ ചെയ്യുന്നത്. പിന്നെ ലെങ്ത് ഉണ്ട് കേട്ടോ. ലെങ്ത് ഓഫ് ദി പ്രൊഡക്റ്റ് മിക്സ്. ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ഓൾ പ്രൊഡക്റ്റ് ലൈൻസ്. എല്ലാ പ്രൊഡക്റ്റ് ലൈനിലും കൂടെ മൊത്തം എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ് ലെങ്ത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സോപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ലൈനിൽ 4 വേരിയന്റ് ഉണ്ട്. ഷാംപൂ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ലൈനിൽ 3 വേരിയന്റ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മൊത്തം നമുക്ക് 4 3 7 വേരിയന്റുകൾ ഉണ്ട്. സോപ്പും ഷാമ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് 7 വേരിയന്റ് ഉണ്ട്. സോപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ലൈനിൽ 4 വേരിയന്റും ഷാംപൂ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ലൈനിൽ 3 വേരിയന്റും. അപ്പൊ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 7 വേരിയന്റാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് മിക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 വേരിയൻസ് ഉണ്ടെന്ന് പറയാം. ആൻഡ് ഫൈനലി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാല് നമ്മളുടെ പ്രൊഡക്റ്റ് ലൈനുകൾ തമ്മിൽ എത്രത്തോളം സിമിലാരിറ്റി ഉണ്ട്, അതാണ് കൺസിസ്റ്റൻസി. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സോപ്പ്, ഷാംപൂ, ഇത് രണ്ടും 2 പ്രൊഡക്റ്റ് ലൈനാണ്. ഇപ്പൊ ഒരു മാനുഫാക്ചറർ തന്നെ സോപ്പും ഷാംപൂവും നിർമ്മിക്കുന്നുണ്ട്. ഇത് രണ്ടും 2 പ്രൊഡക്റ്റ് ലൈൻസ് ആണ്. ഈ 2 പ്രൊഡക്റ്റ് ലൈനുകൾ തമ്മിൽ എത്രത്തോളം സിമിലാരിറ്റി ഉണ്ട്. ഇപ്പൊ സോപ്പും ഷാംപൂ ഏകദേശം ഒരേപോലെയാ. ഇത് രണ്ടും ഇപ്പൊ നമുക്കൊരു പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും സിമിലാരിറ്റി ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. ഇനിയിപ്പോ ഒരു മാനുഫാക്ചറർ സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, പിന്നെ ചോക്ലേറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ സോപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലും നമ്മൾ സോപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ലൈൻ നമുക്കുണ്ട്, ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ലൈൻ ഉണ്ട്. സോപ്പിനകത്ത് പല വേരിയന്റ് ഉണ്ട്, ചോക്ലേറ്റ്സിലും പല വേരിയന്റ് വിൽക്കുന്നുണ്ട്. അപ്പൊ സോപ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ലൈനും ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ലൈനും രണ്ടും ഒരു മാനുഫാക്ചറർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാന്നിരിക്കട്ടെ. അപ്പോ ഇത് തമ്മിൽ കൺസിസ്റ്റൻസി ഉണ്ടോ? സോപ്പും ചോക്ലേറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ ഇവിടെ കൺസിസ്റ്റൻസി കുറവായിരിക്കും, കൺസിസ്റ്റൻസി ലോ ആന്ന് പറയാം. അതായത് ഈ പ്രൊഡക്റ്റ് ലൈനുകൾ തമ്മിൽ വലിയ ബന്ധം ഇല്ലെങ്കിൽ അത് കൺസിസ്റ്റൻസി ഇല്ല. ഈ പ്രൊഡക്റ്റ് ലൈനുകൾ തമ്മിൽ എത്രത്തോളം ബന്ധം ഉണ്ടെന്നുള്ളതാണ് കൺസിസ്റ്റൻസി കൊണ്ട് മെഷർ ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലായോ? ലെങ്തും ബ്രെഡ്ത്തും ഡെപ്തും കൺസിസ്റ്റൻസിയും ഓക്കെ ആണോ? അത് ഓക്കെ. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മാർക്കറ്റ് ഫോളോവർ duplicates the leader's brand name, product, packaging and sell it to the black market? അപ്പൊ ഇവിടെ പല തരത്തിലുള്ള ഫോളോവേഴ്സിനെ പറ്റിയായി പറഞ്ഞേക്കുന്നത് കേട്ടോ. മാർക്കറ്റിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം. ഇതില് ഒരു മാർക്കറ്റ് ലീഡറുടെ ബ്രാൻഡ് നെയിമും അവരുടെ പ്രൊഡക്റ്റും അവരുടെ പാക്കേജിങ്ങും അവരുടെ ലോഗോയും ഒക്കെ അതേപോലെ കോപ്പി അടിച്ചിട്ട് അത് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കും. ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുവാണെങ്കിൽ അങ്ങനെയുള്ളവരെ പറയുന്ന പേരെന്താണെന്നറിയാമോ? ക്ലോണർ ആണോ, ഇമിറ്റേറ്റർ ആണോ, അഡാപ്റ്റർ ആണോ, കൗണ്ടർ ഫീറ്റർ ആണോ? ഇവിടെ നമുക്ക് കൗണ്ടർ ഫീറ്റർ ആണ് കേട്ടോ. കൗണ്ടർ ഫീറ്റർ എന്നാണ് ഇവരെ പറയുന്നത്. ഇവിടെ ഈ 4 ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. കൗണ്ടർ ഫീറ്റർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയാമോ? ഇപ്പോ ഒരു ബ്രാൻഡ് നെയിം ഇപ്പൊ നമ്മൾ നമുക്ക് പറയാം
പ്യൂമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അല്ലെങ്കിൽ നൈക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഈ ബ്രാൻഡ് നെയിം അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ആ പ്രൊഡക്റ്റും അവരുടെ പാക്കേജിങ്ങും ലേബലും ലോഗോയും എല്ലാം സെയിം എടുത്തിട്ട് ഫേക്ക് പ്രൊഡക്റ്റുകൾ അവർ തന്നെ മാനുഫാക്ചർ ചെയ്യും. ഫേക്ക് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് ആ മാർക്കറ്റ് ലീഡറുടെ നെയിമും പ്രൊഡക്റ്റും ലോഗോയും എല്ലാം എടുക്കും. എന്നിട്ട് ഈ പ്രൊഡക്റ്റിനെ ഇല്ലീഗലായിട്ട് വിൽക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കും. ഇപ്പൊ നമ്മള് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നൈക്കിന്റെ ഒക്കെ സെയിം പ്രൊഡക്റ്റുകളാ, അതേ ലോഗോയും എല്ലാം അത് തന്നെയാ. എന്നാൽ അത് കമ്പനി സാധനമാണോ? അല്ല. ഇതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇങ്ങനെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നവരെയാണ് കൗണ്ടർ ഫീറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ക്ലോണർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ക്ലോണർ ചെയ്യുന്ന എന്താന്ന് വെച്ചാല്, ഇതേപോലെ മറ്റ് മാർക്കറ്റിലുള്ള നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ആ പ്രൊഡക്റ്റുകളുടെ ഫീച്ചേഴ്സ് ഇവര് കോപ്പി ചെയ്തിട്ട് അത് ഇവരുടെ സ്വന്തം ബ്രാൻഡ് നെയിമിൽ വിൽക്കും. അതാണ് ക്ലോണേഴ്സ് ചെയ്യുന്നത്. ലെക്സ് എന്ന് പറയുന്ന ഒരു സോപ്പ്, ലെക്സ് സോപ്പിന്റെ അതേ ഫ്രാഗ്രൻസും അതിന്റെ ഷേപ്പും എല്ലാം ഒരു ലോക്കൽ സോപ്പ് ബ്രാൻഡ് കോപ്പി ചെയ്തിട്ട് അവര് വേറെ എന്തെങ്കിലും ലെക്സിന് പകരം ലെക്സി എന്ന് പറഞ്ഞൊരു പേരിട്ട് വിൽക്കും. അതാണ് ക്ലോണേഴ്സ്. അത് നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ടല്ലേ. ഇപ്പൊ നൈക്കിന് വേറെ പേരിടും, നൈക്കിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ ചേർക്കും, അല്ലെങ്കിൽ അഡിഡാസ് എന്നൊരു പേരിന്റെ അവിടെ ഈ ഡി എന്നുള്ളത് ബി ആക്കും, അല്ലെ, അബിബാസ് എന്നാക്കി വിൽക്കും. അപ്പൊ ഇതാണ് ക്ലോണേഴ്സ് ചെയ്യുന്നത്. അവര് മറ്റ് പ്രൊഡക്റ്റുകളുടെ അതേപോലെ കോപ്പി ചെയ്തിട്ട് ഇവരുടെ ഒരു ലോക്കൽ ബ്രാൻഡ് നെയിം ഇട്ടങ്ങ് വിൽക്കും. അത് ചിലപ്പോ ആ ബ്രാൻഡുമായിട്ട് ഏകദേശം ഒരേപോലെയുള്ള പേരും കൂടെ ആയിരിക്കും ഇടുന്നത്. ഇനി ഇമിറ്റേറ്റേഴ്സ് ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ ഈ ക്ലോണേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റിന്റെ ഡിസൈനോ കളറോ മറ്റോ ഒക്കെ നമ്മൾ കോപ്പി ചെയ്യും. പക്ഷേ അതിൽ ലീഗൽ ഡിഫറൻസുകൾ നമ്മൾ വെക്കുന്നത് ലീഗൽ ഡിഫറൻസ് ആയിരിക്കും. അല്ലാതെ ക്ലോണേഴ്സിന്റെ കൂട്ട് ആളുകളെ മിസ്ലീഡ് ചെയ്യാനായിട്ട് അഡിഡാസിന്റെ പകരം അബിബാസ് എന്ന് എഴുതി വിറ്റു, അങ്ങനെയല്ല ഇമിറ്റേറ്റേഴ്സ് ചെയ്യുന്നത്. ഇവര് മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റുകളുടെ ഫീച്ചേഴ്സ് ഒക്കെ ഇവര് നോക്കും. എന്നിട്ട് അതേപോലെയുള്ള കാര്യങ്ങൾ ഇവരുടെ പ്രൊഡക്റ്റുകളിൽ വെക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ നമ്മൾ ഈ ഐഫോണിൽ ക്യാമറ കൊണ്ടുവരും. ഐഫോണിന്റെ ക്യാമറ ഇങ്ങനെ വരുമ്പോഴത്തേന് കാണാം സാംസങ് അവരുടെ ക്യാമറയിൽ അത് കണ്ടുകൊണ്ട് വേറെ എന്തെങ്കിലും മാറ്റം വരുത്തും. അപ്പൊ അവര് ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്നുകൂടെ ബെറ്റർ ആക്കി മറ്റൊരു പ്രൊഡക്റ്റിനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഓരോന്ന് ചെയ്യത്തില്ലേ, അതാണ് ഇമിറ്റേറ്റേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അഡാപ്റ്റേഴ്സ് കൂടെ ഉണ്ട്. അഡാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവര് ചെയ്യുന്നത് ഈ അഡാപ്റ്റ് ചെയ്യും, അതായത് മാർക്കറ്റ് ലീഡറുടെ പ്രൊഡക്റ്റ് ഇവരങ്ങ് അഡാപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ലീഡറുടെ ആ പ്രൊഡക്റ്റിലുള്ള ഫീച്ചേഴ്സ് എടുത്തിട്ട് ഇവര് അതിൽ മറ്റെന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തിക്കൊണ്ട് മാർക്കറ്റിലേക്ക് ഇറക്കും. ആ പ്രൊഡക്റ്റ് മറ്റ് ചേഞ്ചുകൾ വരുത്തി ഇറക്കാം. ഇപ്പോ ഓറിയോ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ആ പ്രൊഡക്റ്റിനെ നേരെ മറ്റൊരു ലോക്കൽ ബിസിനസ് കമ്പനി അഡാപ്റ്റ് ചെയ്തിട്ട് ആ ഓറിയോ ബിസ്ക്കറ്റിൽ തന്നെ പുതിയൊരു ഫ്ലേവർ ഇറക്കിയിട്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ കോക്കനട്ട് ഫ്ലേവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് അഡാപ്റ്റേഴ്സ് ചെയ്യുന്നത്. ഈ 4 ടൈപ്പ് ആൾക്കാരെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണേ. നമ്മുടെ ടൈം കഴിഞ്ഞു അല്ലെ. ഒരു 1-2 ചോദ്യം കൂടെ നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാ, വേഗം പറഞ്ഞോ. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. ഇനി which concept emphasize long-term customer welfare along with the പ്രോഫിറ്റ് എന്നൊരു ലക്ഷ്യത്തിനോടൊപ്പം തന്നെ കസ്റ്റമർ വെൽഫെയറിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് കോൺസെപ്റ്റ് ആണ്? മാർക്കറ്റിംഗിന്റെ ഏത് കോൺസെപ്റ്റാ? യെസ്, സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളുടെ എവല്യൂഷൻ പഠിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഇപ്പൊ ഉള്ളത് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നതെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. ഇവിടുന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ. The practice of selling same product at different prices in different market. സെയിം പ്രൊഡക്റ്റ് തന്നെ പല വിലയ്ക്ക് വിൽക്കുന്നു.
ഇതിനെ പറയുന്ന പേരെന്താണെന്നറിയാമോ? സെയിം പ്രൊഡക്റ്റ് ഡിഫറെന്റ് പ്രൈസിൽ വിൽക്കുമ്പോ അത് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആണോ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണോ? സെയിം പ്രൊഡക്റ്റ് ആണ്, പ്രൊഡക്റ്റ് സെയിം ആണ്, പ്രൈസ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും കേട്ടോ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. വിച്ച് പ്രൈസിംഗ് സ്ട്രാറ്റജി ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രോഡക്റ്റ് വിത്ത് ഹൈലി ഇലാസ്റ്റിക് ഡിമാൻഡ്? പ്രൊഡക്റ്റിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഹൈ ആണെങ്കിൽ ഏത് പ്രൈസിംഗ് സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഹൈലി ഇലാസ്റ്റിക് ആണെങ്കിൽ ഏത് പ്രൈസിംഗ് സ്ട്രാറ്റജി ആയിരിക്കും നല്ലതെന്ന് പറയാമോ? പ്രൊഡക്റ്റ് ഡിമാൻഡ് ഹൈലി ഇലാസ്റ്റിക് ആണെങ്കിൽ അവിടെ പെനട്രേഷൻ പ്രൈസിംഗ് ആയിരിക്കും നല്ലത്. കാരണം പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ വില കുറച്ചിടും, പിന്നെ 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 ആളുകൾ വില കുറയ്ക്കുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങും. കുറച്ച് കഴിഞ്ഞ് ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കിന് വില അങ്ങ് കൂട്ടും. അതാണ് പെനട്രേഷൻ പ്രൈസിംഗ് സ്ട്രാറ്റജി. ഈ ഡിമാൻഡ് ഹൈലി ഇലാസ്റ്റിക് ആണെങ്കിൽ അവിടെ പെനട്രേഷൻ പ്രൈസിംഗ് ആണ് നല്ലത്. കാരണം വില കുറച്ചിറക്കുമ്പോഴേക്കും ആൾക്കാർ കൂടുതലായിട്ട് വാങ്ങും ആ പ്രൊഡക്റ്റ്. യെസ്, ഓക്കെ. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 6ാമത്തെ മൊഡ്യൂള് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ. ഓക്കെ.